ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നമ്മുടെ നേഴ്സറിയിൽ എന്തൊക്കെ ചെയ്യുന്നു, കൃഷിപരമായി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നേഴ്സറി വരുന്നത്, നമ്മുടെ ഫാം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പയ്യന്നൂർ പ്രോപ്പർ പയ്യന്നൂരല്ല, പയ്യന്നൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറി ആണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് വൈപ്പിരിയം എന്നാണ്. പയ്യന്നൂർ ടൗണിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറി ആണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ പ്ലാന്റ് ഇവിടുന്ന് നമ്മൾ ആക്കി മറ്റ് നേഴ്സറികളിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. നമുക്ക് ഈ ഫാം അല്ലാണ്ട് വേറെ ഒരു 2 ഫാമും കൂടി നമുക്കുണ്ട്. ആ ഫാം വരുന്നത് ഒന്ന് ചെറുപുഴ കണ്ണൂർ ജില്ലയിൽ തന്നെ പെടുന്നൊരു സ്ഥലമാണ്. അത് കുറച്ച് വലിയ ടൗണാണ്. ചെറുപുഴ കുറച്ചും കൂടെ നല്ല വലിയ ടൗണാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഫാമിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയാണ് ആ ഫാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് സുള്ളിയയിലാണ്. സുള്ളിയ കർണാടകയിലാണ്. അതും നമുക്കിവിടുന്ന് ഒരു അറൗണ്ട് ഒരു 90-100 കിലോമീറ്റർ അടുത്ത് നമുക്കുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നല്ല പ്ലാവാണ്, റെഡ് പ്ലാവ്. നല്ല ചുവന്ന ചക്കയായിട്ട്. ഇത് നമ്മ ഇപ്പൊ ആദ്യമായിട്ട് മേടിക്കുന്ന? അല്ല, ഇത് മുമ്പേ ഇല്ല. നമ്മൾ എത്ര വർഷമായി ഇത് കൊടുക്കുന്നു? കുറെ വർഷങ്ങളായിട്ട്. ഇത് കായ്ച്ചില്ലേ, കൊണ്ടുപോയിട്ടെല്ലാം കായ്ച്ചു. നല്ല റിസൾട്ടാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കാലിക്കവർ തെരഞ്ഞു പിടിച്ച് മാറ്റുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ അടയ്ക്ക പാകി കിളുക്കാത്ത കവറുകളാണ് അത്. അപ്പം അത് വെച്ച് നമ്മൾ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് എടുക്കുന്ന കാലിക്കവർ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഇതിനകത്ത് ചക്കക്കുരു പാകി നമ്മുടെ തന്നെ മദർ പ്ലാന്റ് വെച്ച് നമ്മൾ ബഡ് ചെയ്ത് പ്ലാവാക്കി മാറ്റിയെടുക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാലിക്കവർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പ്ലാവ് മുഴുവൻ നമ്മുടെ ഫാമിൽ നിന്ന് നമ്മൾ തന്നെ ബഡ് ചെയ്ത് ആക്കിയെടുക്കുന്ന പ്ലാവാണ്. ഇതൊക്കെ ഇന്ന് ആക്കിയതാണോ സരവണ്ടി? പിന്നെ അത് ഇന്ന് സത്യം പറഞ്ഞാൽ മതി. ഇന്നാക്കിയാന്ന് ചോദിച്ചാൽ ഇന്നാക്കിയാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ടാക്കിയാന്ന് പറഞ്ഞാൽ 3-4 ദിവസം കൊണ്ടാക്കിയതാന്ന് പറഞ്ഞാലും മതി. വിഷമിച്ച് എന്നാ ചെയ്യുന്നത്? ക്ലീൻ ആക്കുന്നത്. ലതേച്ച് അവിടുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും പണി കയറാനുള്ള സമയമായി. ബാക്കിയുള്ളവർ അവിടുന്ന് കഴുകുന്നുണ്ട്. മറ്റേ സരവണ്ടി പോയല്ലോ അല്ലേ? ലക്ഷ്മിച്ചിക്ക് കയറാനുള്ള സമയം ആയിട്ടില്ല. ലക്ഷ്മിച്ചിയുടെ സമയം 6 മണിയാണ് കയറുന്നത്. ബാക്കി ഒരാൾ അവിടെ ഇല്ല, നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും കയറാനായി. ബാക്കി എല്ലാവരും 5 മണിയാകുമ്പം, അവരുടെ സമയം 8 മണി മുതൽ 5 മണി വരെ. ലക്ഷ്മിച്ചിയും 5 മണി വരെ ആയിരുന്നു. ലക്ഷ്മിച്ചിയാണ് എല്ലാം, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ലക്ഷ്മിച്ചിയാണ്. അതുകൊണ്ട് ലക്ഷ്മിച്ചി 6 മണിയാകുമ്പോഴാണ് കയറൽ. 6 മണി വരെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്ത് 6 മണിയാകുമ്പം കയറി വീട്ടിലേക്ക് പോകും. ലക്ഷ്മിച്ചിക്ക് ഇവിടുന്ന് കുറേ എത്ര 15 കിലോമീറ്റർ കണ്ടില്ല? എത്ര കിലോമീറ്റർ ഉണ്ട്? 20 ഉണ്ടോ? 20 കിലോമീറ്റർ കാസർഗോഡ് നിന്നാണ് ലക്ഷ്മിച്ചി വരുന്നത്. ലക്ഷ്മിച്ചി താമസിക്കുന്ന ജില്ല കാസർഗോഡ്. ലക്ഷ്മിച്ചി ജോലിക്ക് വരുന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലും. ശരി. രാവിലെ 6:30 ലക്ഷ്മിച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇവിടെ കറക്റ്റ് 8 മണിയാകുമ്പോൾ എത്തും. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പം അതുവരേക്കും ബൈ.